ഇത് തുറക്കും. ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ മക്കളെ? അപ്പം അത് ഞങ്ങൾ ഉണ്ണിമാചേച്ചിയോടുന്ന് കൊടുന്നൊക്കെ തിന്നലൊക്കെ കഴിഞ്ഞു കേട്ടോ. തിന്നു. ഇപ്പം നമ്മളെ സ്വന്തം ഫ്രണ്ട്സ് കൊടുത്തയച്ചത് കേട്ടോ. അത് വേറെ. അപ്പം കേട്ടോ, ഇത് എന്താണെന്ന് ചമ്മന്തി ആവണല്ലേ? ഇത് ചമ്മന്തി ആവുന്നു. പിന്നെ ഇതാണ്ടോ ഓരോ ഇതാണ്ടോ അങ്ങനെ ഒരു പാത്രം ഇതങ്ങനെ വെരുക്കി വെച്ച് നമ്മൾ ഉസ്താദിന് ചിലവിന് കൊണ്ടുപോകില്ലേ? ഇതാ ഉസ്താദിന് ചെലവിന് കൊണ്ടുപോകും പോലെയാണ്. ചെലവിന് കൊണ്ടുപോകും പോലത്തെ പാത്രത്തിൽ കണ്ടോ. ഇതെന്താണ്? എന്താ സാധനമാണോ അല്ലേ? കഴിയാൻ പറ്റുമോ? ആദ്യം മകളെ തിന്നാണ്. കയ്യൊക്കെ ഇടുമ്പോൾ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടോ? അവിടെ വെക്ക്. ഇത് പറയട്ടെ. സ്പൂൺ എടുക്കണം. നല്ല രസമുണ്ട് എന്തായാലും. പിന്നെ ഇത് ഉണ്ണിമാചേച്ചിയോട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രസമുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും അറിയുന്നില്ല. ആ സ്പൂൺ കൊണ്ടിരുന്ന് തിന്ന് നോക്കിയാലേ അറിയുള്ളൂ. പുളിയഞ്ചി ഉണ്ട്, നെല്ലിക്കച്ചാറുണ്ട്, പിന്നെ 2 തരം പായസം ഉണ്ട്. ഇത് എന്ത് പായസമാണ് വെച്ചത്? പിന്നെ ഇതാ ഒരു പായസം കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അടപ്പായസം. അയ്യോ എൻ്റെ മനെ, തന്നെയൊക്കെ സമ്മതിക്കണം. ഇത് കടലട്ടിട്ട മധുരമുള്ളത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള അറിഞ്ഞില്ല മധുരം. അതല്ലേ ഇത് കുട്ടികൾക്ക് ഇതല്ലേ വേറെ മധുരമുള്ള ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതിനോട് അതാണ് ഇപ്പം. അത് എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊന്ന് ഇതൊരു ഉപ്പേരി പോലെ, മേക്ക് വരട്ടി പോലെ. പിന്നെ ഇത് ഒരു മത്തനും കടല എന്തൊക്കെ ഇട്ടിട്ടൊരു കൂട്ടാൻ. പിന്നെ ഇതൊരു ചമ്മന്തി, പുളിയഞ്ചി. പിന്നെ ഇതെന്താന്ന്? ഇത് നല്ല രസമുള്ളതാണ്. ഇത് വേറെന്തോ സാധനം. പിന്നെ അതാട്ടോ നമ്മുടെ സ്വന്തം അവിയൽ. ഇതാ അവിയൽ. പിന്നെ ഇതെന്താ സാധനം? ഇതെന്തും കടല എന്തൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട്. ഇത് മസാല വരട്ടിയാണ്. ഇത് മസാലക്കറി. അപ്പം ഞാൻ തിന്ന കാരണം പറയാനും പറ്റില്ല. നല്ല രസമുണ്ട് കേട്ടോ മസാലക്കറി. ഏത് അത് കാണിക്കുന്നുണ്ട്. ഇതന്നെ മസാലക്കറി. ഇതാ ഇത് അവിയൽ. ഇത് പായസം. ഇത് വേറൊരു പായസം. ഇത് അവിയൽ കാരണം എടുക്കുകയാണുണ്ട്. അത് മസാലക്കറി. ഇത് അവിയൽ. ഇത് പായസം. ഇത് പായസം വേറെ സൈസ് പായസം. പുളിയഞ്ചി. എന്താ പറയുക, നെല്ലിക്കച്ചാറ്. പിന്നെ ഇതൊരു വേറെന്തോ ചമ്മന്തി. ഇത് നല്ല രസമുണ്ട്. ഈ സാധനം എന്താണെന്ന് അറിയുന്നില്ല. പിന്നെ ഇത് നല്ല രസമുണ്ട്. പിന്നെ ഇതാ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പപ്പടം പൊരിക്കാതെ കൊടുത്തയച്ചിരിക്കുന്നു. വലിയ പപ്പടം കേട്ടോ. നാളെ കുറേ കൊടുത്തയച്ചിരുന്നു പപ്പടം. പിന്നെ ഇതാ മക്കളെ സാമ്പാർ ഒരു കല ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിരിക്കുന്നു. അപ്പം നമ്മളെ സ്വന്തം ഫ്രണ്ട്സ്, മറ്റേ ഫ്രണ്ട്സ് കൊടുത്തയച്ചതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഫ്രണ്ട്സ് സ്വന്തം കൊടുത്തയച്ചത്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ആദ്യം മക്കളെ ലൈക്കും തൊടിന്നിട്ട് പിന്നെ അത് കാണാട്ടോ. അപ്പോൾ എന്താ പറയുക, മറ്റതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ഇതൊക്കെ ഒന്ന് കുറേശ്ശെ കഴിക്കട്ടെ. നല്ല സമാധാനമുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ അറിയിക്കണം. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വന്നിക്കാച്ചാൽ എല്ലാവർക്കും കിട്ടും കേട്ടോ. നാളേക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ കട നിൽക്കണം. അപ്പോൾ അതൊക്കെ ചൂടാക്കാൻ പറ്റണമൊക്കെ ഇതിനടുത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് പറഞ്ഞു രാവിലെ. അപ്പോൾ ഒക്കെ നല്ല. പിന്നെ ഉണ്ണിമാചേച്ചിയുടെ ഇപ്പോൾ തിന്ന് തീർക്കും കേട്ടോ നമ്മൾ. അപ്പോൾ ഇഷ്ടമാവുക ഞാൻ പറഞ്ഞേക്കണല്ലേ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.